ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ നാളായി നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടിട്ട്. ചുണ്ടാണെങ്കിൽ ഡ്രൈ ആയിട്ട് എൻ്റെ അമ്മ പറ്റണില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കാം കേട്ടോ. .NKയുടെ ലിപ് ബാമാണ് കഴിയാറായി. അടിപൊളി ലിപ് ബാം കേട്ടോ. UV+UVB 50 PA++ SPF ഉള്ളതാട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ലിപ് ബാം ഒക്കെ ഇട്ടു. നമ്മൾ ഭയങ്കര സിമ്പിളായിട്ടോ മേക്കപ്പ് ചെയ്യണ, വല്ലാണ്ട് ഓവറായിട്ട് വാരിക്കൊരു പുട്ടൊന്നും ഇടാറില്ല. ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഇതൊരു എന്താ പറയുക, ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആട്ടോ. ഇതും പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ മാത്രമേ ഇടാറുള്ളൂ. ഇത് സൺസ്ക്രീൻ ഞാൻ കുറച്ച് നേരത്തേക്കല്ലേ ഇടണുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ ഒരു ഷൂട്ട് എടുക്കാനാണ്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനാണ്. നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ പുതിയ ഡ്രസ്സിൻ്റെ ഇടാനാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന്. ഇപ്പം ഞാൻ കോസാറക്സിൻ്റെ അത് ഇടാറില്ല കേട്ടോ. കാരണം എനിക്ക് ഇപ്പം എൻ്റെ സ്കിൻ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ക്ലിയറായി വരുന്നുണ്ട്. അതായത് പിമ്പിൾസ് ഒന്നുമില്ല. അതായത് എണ്ണ പലഹാരങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ ഫുഡ് തന്നെ എനിക്ക് മെരുകെ ഇറങ്ങണില്ല കേട്ടോ. പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ എനിക്ക് ഫുഡ് തീരെ കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തിന്നണമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ തിന്നണതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണോ തോന്നുന്നു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ഈ അങ്ങനെയൊക്കെ കഴിക്കണോണ്ടാണ് തോന്നുന്നു എനിക്ക് അധികം ഈ പിമ്പിൾസോ കാര്യങ്ങളൊന്നും എണ്ണ പലഹാരമൊന്നും അധികം കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ഇല്ല. പിന്നെ കോസറക്സിൻ്റെ ആ തേച്ചപ്പോൾ ഇപ്പം ഞാൻ സ്കിന്നിങ്ങനെ എൻ്റെ ഇപ്പോൾ ഓയിലി സ്കിൻ എന്നുള്ളതൊക്കെ മാറി തുടങ്ങി. അപ്പം ഞാൻ ഈ കോസറക്സിന് തേക്കുമ്പോൾ അത് തേച്ചിട്ടാണോ വേറെ എന്തുകൊണ്ടാണോ എനിക്കറിയില്ല, 2 ദിവസം തേച്ചപ്പോൾ 2 പിമ്പിൾസ് ഇങ്ങനെ കുട്ടി വന്നു. പിന്നെ ഞാൻ നിർത്തി, അത് ഇപ്പം ഞാൻ തേക്കണില്ല. അപ്പോൾ ഇപ്പം ഞാൻ കറൻ്റ്ലി ഞാൻ സ്കിൻ കെയർ ആയിട്ട് ഒന്നും ചെയ്യണില്ല. രാത്രി ഒരു ടീ ട്രീ ഓയിൽ ഇടും, അല്ലാണ്ട് വേറെ ഫേസിൽ ഒന്നും സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. പിന്നെ വല്ല എന്താ പറയുക, ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് നമ്മൾ മുഖത്ത് സെറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഫിറ്റ് മീ എന്ന് പറഞ്ഞിട്ടുള്ള മെബിലിൻ്റെ കേട്ടോ. അടിപൊളിയായിട്ടുള്ള, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള ഇതാട്ടോ. ഇത് ജസ്റ്റ് ഇതിൽ SPF ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. SPF 32 PA+++ ഒക്കെ ഉണ്ട്. അപ്പം സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ചുട്ട വെയിലാണ്, എന്നാലും ഞാൻ അങ്ങനെ വെയിലൊന്നും കൊള്ളണില്ലല്ലോ. എന്നാലും ഇതിലുണ്ട്, അതിലും ഒരു സൺ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, ഇതിന് സൺ പ്രൊട്ടക്ഷൻ ഇല്ല, ബട്ട് ഇതിൽ സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിടാം. വളരെ ലൈറ്റായിട്ടാട്ടോ ഞാൻ മേക്കപ്പ് ചെയ്യണം. ഭയങ്കര ഓവർ മേക്കപ്പ് എനിക്ക് ഇപ്പം ഇഷ്ടമല്ല അങ്ങനെ. പിന്നെ ഹോം റെമഡീസ് ആട്ടോ കൂടുതൽ ഞാൻ വീട്ടിൽ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ടൈം കിട്ടുമ്പോൾ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്കിന്നിലിപ്പോൾ കാര്യമായിട്ട് പിമ്പിൾസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ. പിമ്പിൾ വന്നാലേ നമ്മൾ മൊത്തം പാടും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് അതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതേ ഞാനിത് ഫേസിൽ ഫുൾ ഇട്ടു കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് വേണമെങ്കിൽ ഒന്നും കൂടിയും വല്ല ഓയിൽനെസ്, ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഒരു ഓയിൽനെസ്സൊക്കെ പോലെ തോന്നും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻ്റ് ആയതിനു ശേഷം സംസാരിക്കുമ്പോൾ ഒക്കെ ഭയങ്കര കിതപ്പാട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതെ ഇതും കൂടി ജസ്റ്റ് ഇട്ട് കൊടുത്തത് മാർസിൻ്റെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കേട്ടോ. ഞാൻ ഇപ്പോഴും മുന്നത്തെ ഇതിലൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ളതാട്ടോ. അതിട്ടു. ഇനി നമുക്ക് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. ഞാൻ വിചാരിക്കണം കുറേ നാളായി സ്മോക്കി ഐസ് ചെയ്തിട്ട് ഇന്ന് ജസ്റ്റ് ഒരു സ്മോക്കി ഐസ് പിടിക്കാമെന്ന് വിചാരിച്ചു. ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഈ 2 എണ്ണം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്മോക്കി ഐസ് കുറേ നാളായിട്ടോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ബ്രൗൺ കളറും ബ്ലാക്ക് നൈക്കാടെ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, അത് ഞാൻ ബ്രൗൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രൗൺ ബേസായിട്ട് ഇട്ട് കൊടുക്കണേ. 2 കണ്ണുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ. ഇനി ബ്ലാക്ക് കളറ്
ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് സ്മോക്കി ഐസ് അല്ല ചെയ്യണേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്മോക്കി ആയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ഭാഗത്ത് ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യാറ്. ഞാൻ ഓരോ യൂട്യൂബിൽ നോക്കി അങ്ങനെ പഠിച്ചൊന്നും ഇന്നേ വരെ മേക്കപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ നോക്കി പഠിച്ച് ചെയ്യാൻ ക്ഷമയില്ലാത്ത ഒരാളാണ്. അതെ, ഇനി ബാക്കിയുള്ളത് ജസ്റ്റ് അടിക്കൂടെ ഇങ്ങനെ ഓടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കാര്യം സെറ്റായി. ഇപ്പോൾ കാണുമ്പോൾ എന്തോ വാമ്പയറിൻ്റെ പോലെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഡാർക്ക് സർക്കിൾ വന്ന പോലെ ഉണ്ട്. ഇനി നമ്മൾ കാജൽ എപ്പോഴും പറയാനുള്ളതാണ് റെനയുടെ കാജൽ. അടിപൊളിയാണ്. ഇപ്പോൾ കറന്റ് മോസ്റ്റ് ഡ്രസ്സ് ഈ സൈഡിൽ കൂടെ സീനായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആ ബാങ്ക് കട്ട് ചെയ്ത് കളഞ്ഞ്. കണ്ടപ്പോൾ നന്നായി എഴുതി കേട്ടോ. ഇനി എൻ്റെ പണി മുന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട സാധനങ്ങൾ കണ്ണുകൊണ്ടടുത്ത് വലിച്ചിടലായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ഇതായിട്ട് യൂസ് ചെയ്തതൊക്കെ ഞാൻ കഴുകി കളയും കേട്ടോ. കഴുകി കളയുന്നല്ലേ, കഴുകി വയ്ക്കും. ഇപ്പോൾ യൂസ് ചെയ്തത് ഞാൻ അങ്ങനെ തന്നെ ഒതുക്കി വെക്കാറുണ്ട് കേട്ടോ. അതെനിക്ക് ഒരു നല്ല ശീലമായിട്ട് തോന്നിയേ. നമുക്ക് ലിപ്സ് ഇത്തിരി ഡാർക്ക് ലിപ്സ് കൊടുക്കാം. എന്നാലും ഒരു ഭയങ്കര ഡാർക്ക് വേണ്ട. എന്നാലും ഈ ഒരു ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. നല്ല ബ്രൈറ്റ്നെസ് ഫേസിൽ തോന്നുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചെയ്യാൻ പോണത് മസ്കാര ഇടുന്നതാണ്. ഇത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള മസ്കാര കേട്ടോ. കറന്റ് മോസ്റ്റ് ഫേവറേറ്റ് മസ്കാര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാർസിൻ്റെ ഈ ഹൈപ്പർ കേളാണ് എന്താണോന്ന് അറിയില്ല. മാസ് മസ്കാരാന്ന് ഇരിക്കണേ. ഞാൻ വേണമെങ്കിൽ ടാഗ് പ്രൊഡക്ട്സിൽ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ആരും ഞാൻ നിർബന്ധിക്കണില്ല അത് മേടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ മേടിക്കുക. എന്നും ഞാൻ ആരും ഫോഴ്സ് ചെയ്തത് മേടിക്കുക എന്നൊന്നും പറയില്ല. നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മേടിക്കുക കേട്ടോ. അതല്ല അതിൻ്റെ ഒരു ഇവിടെ ടാഗ് പ്രൊഡക്ട്സിൽ ഞാൻ അവിടെ കൊടുക്കാട്ടോ. അല്ല ചിലവർക്ക് ഏതാ ടാഗ് പ്രൊഡക്ട്സ് എന്ന് അറിയില്ല. ടാഗ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ ഇപ്പം ഞാനിപ്പോൾ ഈ പ്ലേ ചെയ്യണതിൻ്റെ ഈ സൈഡിൽ ഒരു ഷോപ്പിങ്ങിൻ്റെ ഒരു സംഭവം പോലെ കാണും. അപ്പോൾ അതിങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറേ ഞാൻ ഏതൊക്കെ പ്രൊഡക്ട്സ് ഇങ്ങനെ ടാഗ് ചെയ്ത് കാണാം. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് അങ്ങനെ അതിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ വേറെ പോയിട്ട് ആമസോണിൽ നിന്നോ അതിൽ നിന്നോ വേറെ ഇനി അത് പോയി സെർച്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് അതിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഐബ്രോസ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഫില്ല് ചെയ്യണില്ല. ജസ്റ്റ് ഒന്ന് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ നോക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐബ്രോ പെൻസിൽ എവിടെയാണ് നോക്കണത്. എൻ്റെ എത്രയോ കൊല്ലത്തെ ഐബ്രോ പെൻസിലാണ്. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ 4 കൊല്ലമായിട്ടുണ്ടാവും ഇത് മേടിച്ചിട്ട്. ഈ ഐബ്രോ പെൻസിൽ ഇത്രയായിട്ടോ. അടിപൊളി ഐബ്രോ പെൻസിലാണ്. ഇപ്പോൾ ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഐബ്രോ പെൻസിലിന്. അന്ന് ഞാൻ 900 ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഏത് ലാക്മേഡ് ഞാൻ തോന്നുന്നു അന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഐബ്രോ പെൻസിൽ. അത് ഇന്നേ വരെ ഞാൻ കളഞ്ഞിട്ടില്ല. എന്തോ ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അപ്പം ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തു. ഇനി നമുക്കൊരു കുട്ടി പൊട്ട് കുത്താട്ടോ. കുത്തി ക്യൂട്ട്. ഇത് ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് മേടിച്ചതാട്ടോ. ഇങ്ങനത്തെ ഒരു ഇതിൽ ഇങ്ങനെ 2 കളേഴ്സിൽ ഇങ്ങനെ വരും. നല്ല രസമാട്ടോ ഈ പൊട്ട്. അപ്പോൾ ഇത് റെഡ് കളറ്. ഈ ഇങ്ങനെ എത്തനിക് വെയറും അങ്ങനത്തെ ഇതൊക്കെ അല്ലെങ്കിൽ സൽവാറാണെങ്കിലും എന്തിടാണെങ്കിലും ഇത് തൊടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മേക്കപ്പൊക്കെ കഴിഞ്ഞു. ജ്വല്ലറി തീരെ ഞാൻ മേടിച്ചത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ കാട്ടി തന്നിട്ടുണ്ട്. ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ആകെ 200-300 രൂപയുടെ താഴെയെന്ന് തോന്നുന്നു. 200 രൂപയ്ക്കോ 300 രൂപയുടെ താഴേക്കാണ് ഈ 4 ഇയറിങ്സ് മേടിച്ചാണ് കേട്ടോ. അടിപൊളിയാണ്.
ഇയറിങ്സ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ഇയറിങ് മാച്ചിങ് ആണെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഇട്ടിട്ട് ഇപ്പോൾ വേഗം വരാം കേട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ കോഡ് സെറ്റ്. ഇത് നമ്മുടെ ചന്ദ്രമുഖി ബൈ അഞ്ജലിയുടെ ആണിത്. ഇങ്ങനത്തെ പാൻസ് സെയിം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഉണ്ട്. ഭയങ്കരമായിട്ട് ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി, ഒരു ഇയറിങ് മാത്രമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കമ്മൽ വിടുന്ന ഒരു കമ്മലുള്ള അപ്പോൾ കമ്മൽ എൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചേട്ടോ. നല്ല കംഫർട്ടബിളാണ്, അടിപൊളിയാണോ. ഞാനിപ്പോൾ ഇട്ടത് ഏതാ ലാർജ് ആട്ടോ ഇട്ടേക്കണേ. ബട്ട് കറക്റ്റ് ആട്ടോ, സ്മോളായി മീഡിയം ആയാലും എനിക്ക് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ ജ്വല്ലറിയും ഇതാണ് എൻ്റെ മേക്കപ്പ്. ഞാൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇടാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.